ആ കുസൃതിക്കാരനായ ശ്രീനിവാസൻ ആണ് ശാരീരികമായിട്ട് അവശനാണെങ്കിലും പുള്ളി പറഞ്ഞു, ഞാൻ പ്രത്യേകിച്ച് ഒരു മതത്തിനും വിശ്വസിക്കാത്ത ആളാണ്, എന്നാൽ ഹിന്ദു മതത്തോടെ എനിക്കിപ്പോൾ പ്രത്യേകമായിട്ടൊരു സ്നേഹം തോന്നുന്നത്, കാരണം നിങ്ങൾക്ക് ഇല്ലാതെ വിഷമിക്കുന്ന സമയത്ത് എനിക്ക് 1,00,000 രൂപയുടെ അവാർഡ് തരാൻ തോന്നിയല്ലോ. അപ്പോൾ എന്നെപ്പോലെയുള്ള ആളുകൾക്ക് അവാർഡ് തരാൻ വേണ്ടിയിട്ടാണെങ്കിലും അമേരിക്കയിൽ ഹിന്ദുക്കൾ സംഘടിച്ചത് വളരെ നന്നായി. വളരെ സരസമായൊരു പ്രസംഗം നടത്തി. അവാർഡ് കൊടുത്തവരും ചിരിച്ചു, അവിടെ കേട്ടോണ്ടിരുന്നവരും ചിരിച്ചു, പുള്ളി ഹൈക്കോടതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഹൈക്കോടതിയിൽ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, വാദത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അശോകൻ തുറുപ്പ് കുലാൻ ഇറക്കുകയാണ്. അശോകൻ വളരെ തന്മയത്വമായിട്ട് വളരെ സൗമ്യമായിട്ട് ഷൺമുഖം ജഡ്ജിയെടുത്ത് പറയും, ഇതിപ്പോൾ വരവേൽപ്പ് എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ അവസ്ഥയിലെത്തി. പുള്ളി കഴിച്ച് നമ്മൾ സിനിമ എടുക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ചാലും ഉദ്ദേശിച്ചില്ലെങ്കിൽ ഇങ്ങനെ ചില ദ്രോഹങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാനിത് ശ്രീനിയോട് പറയാം എന്ന് പറഞ്ഞു. അന്തരിച്ച നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസനെക്കുറിച്ച് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് ഇവിടെ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷ പറഞ്ഞാൽ താത്വികമായിട്ടുള്ള ഒരവലോകനമല്ല. താത്വികമായ ഒരു അവലോകനത്തിന് സ്കോപ്പില്ലാത്തതുകൊണ്ടല്ല, സത്യം പറഞ്ഞാൽ മലയാളത്തിൽ താത്വികമായിട്ട് പഠിക്കുകയും വിശകലനം ചെയ്യുന്ന ഒരു പ്രതിഭയുടെ ഉടമസ്ഥനായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രതിഭയായിരുന്നു ശ്രീനിവാസൻ. ഇവിടെ അങ്ങനെ ഒരു സാഹസത്തിന് മുതിരുന്നില്ല. ശ്രീനിവാസൻ്റെ ആദ്യ ചിത്രമായ സംഘഗാനം ഞാൻ ആലുവ UC കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടുണ്ട്. അന്ന് ഈ പ്രേമനസീറും MG സോമനും അതുപോലെ അതീവ സുന്ദരന്മാരായിട്ടുള്ള മറ്റ് ആളുകളുമൊക്കെ മലയാളത്തിലെ ചലച്ചിത്ര വേദിയിൽ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിനൊന്നും ഒരു വിധത്തിലും പൊരുത്തപ്പെടാത്ത ഒരു മനുഷ്യൻ, കറുത്ത് കുള്ളനായ ഒരു താരമാകാനോ നടനാകാനോ മറ്റു തരത്തിൽ യാതൊരു സാധ്യതയുമില്ലാത്ത യോഗ്യതയുമില്ലാത്ത ഒരാൾ സ്ക്രീനിൽ വരുന്നു. അത് ഒരു പ്രത്യേക രീതിയിലുള്ള സിനിമയാണ്. M. സുകുമാരൻ്റെ സംഘഗാനം എന്ന കഥയെ ആസ്പദമാക്കി PA ബക്കർ സംവിധാനം ചെയ്ത സിനിമയാണ്. ഒരു ചെറുപ്പക്കാരൻ ഗൗതമനെ പോയി കണ്ടാൽ കാര്യങ്ങൾ നടക്കും എന്ന് കേട്ട് ഗൗതമനെ അന്വേഷിച്ച് പോവുകയാണ്. ആദ്യം പോകുന്നത് വളരെ സമ്പന്നനായ ഒരു മുതലാളിയാണ് ഗൗതമൻ. അയാൾ ഇയാളെ അടിച്ചു പുറത്താക്കുന്നു. പിന്നെ ഇടത്തരക്കാരനായ ഒരു ഗൗതമനെ കാണാൻ ചേരുന്നു. അയാൾ തന്ത്രപൂർവ്വം പോലീസിൽ ഏൽപ്പിക്കുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷൻ കഴിയുമ്പോഴാണ് ഈ യഥാർത്ഥ ഗൗതമനെ കണ്ടെത്തുന്നത്. അതൊരു നക്സലൈറ്റോ ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. മധു മാസ്റ്ററാണ് ആ റോൾ അഭിനയിച്ചത്. ഈ വിപ്ലവകാരിയെ അല്ലെങ്കിൽ നക്സലൈറ്റിനെ പോലീസ് ഭയാനകമായിട്ട് മർദ്ദിക്കുന്നു. അപ്പോൾ ഇയാൾ ഗൗതമനെ കണ്ടെത്തും. ഇതാണ് കഥ. അപ്പോൾ ഈ സിനിമ കണ്ട് ഞങ്ങളൊക്കെ വളരെ ആവേശഭരിതരായി. പ്രീ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളാണ്, നമ്മളൊക്കെ വിപ്ലവം വരുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പിന്നീട് അദ്ദേഹം മറ്റ് ചില സിനിമകളിലൊക്കെ അഭിനയിക്കുന്നു, അതൊക്കെ കാണുന്നു. MT വാസുദേവൻ്റെ ചില സിനിമകളിലൊക്കെ കൊടുത്തു, KG ജോർജിൻ്റെ സിനിമയിൽ വരുന്നു. പിന്നീട് ഇദ്ദേഹം തിരക്കഥാകൃത്ത് എന്ന രീതിയിൽ ഒരു മേൽവിലാസം ഉണ്ടാക്കുന്നു. ആദ്യം പ്രിയദർശൻ്റെ കൂടെയാണ്, പിന്നെ സത്യനാന്തികാടിൻ്റെ കൂടെയാണ്. സത്യനാന്തികാടിൻ്റെ കൂടെയാണ് പ്രിയദർശൻ്റെ പ്രധാനപ്പെട്ട സിനിമകളൊക്കെ വന്നിട്ടുള്ളത്. TP ബാലഗോപാലിൻ്റെ അപ്പൻ, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, നാടോടിക്കാറ്റ്, വരവേൽപ്പ്, അങ്ങനെ സന്ദേശം, ഇങ്ങനെ ഒരുപാട് സിനിമകൾ വരുന്നത് എല്ലാം കാണുകയും അത് രസിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ സത്യം പറഞ്ഞാൽ ഈ സന്മനസ്സുള്ളവർക്ക് സമാധാനമാണ്. അതിൻ്റെ കാരണം അത് വ്യക്തിപരമായിട്ട് ബാധിച്ചത്, ഒന്നാമത് ഞാൻ LLBക്ക് പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീമാണ്. മാത്രമല്ല ഈ കോടതി നടപടികളുടെ ഒരു ഹാസ്യാത്മകമായ അവതരണമുണ്ട്. ശങ്കരാടിയാണ് അതിൽ വക്കീലായിട്ട് അഭിനയിക്കുന്നത്, കക്ഷിയായിട്ട് മോഹൻലാൽ, ഗോപാലകൃഷ്ണ പണിക്കർ, ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്കരുടെ സങ്കടങ്ങളാണ്. അപ്പോൾ ഇത് വേറെ രീതിയിൽ കൂടി എന്നെ ബാധിച്ചു. കാരണം എന്താ വെച്ചാൽ എൻ്റെ മുത്തച്ഛൻ, അതായത് അമ്മയുടെ അച്ഛൻ, ഈ വാടക കൊടുത്ത ആളുകളെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കേസുകൾ നടത്തിയ ഒരു ഹൗസ് ഓണറായിരുന്നു. അപ്പോൾ പുള്ളിയുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മയുടെ വിധത്തിൽപ്പെട്ട വസ്തുവിനെ സംബന്ധിച്ചു കൂടിയായിരുന്നു ഇത് പ്രധാനപ്പെട്ട തർക്കം. അന്ന് ഞങ്ങൾക്ക് കുടുംബ ഡോക്ടർ എന്ന പോലെ കുടുംബ വക്കീൽ പോലും ഉണ്ടായിരുന്നു. അത് എറണാകുളത്ത് പ്രസിദ്ധനായ CK അരവിന്ദാക്ഷ മേനോനായിരുന്നു. അപ്പോൾ അരവിന്ദാക്ഷ മേനോൻ ഈ കേസ് എങ്ങനെയാണ് നടത്തിയത്, എങ്ങനെയാണ് എതിർഭാഗം വക്കീലിനെ വെള്ളം കുടിപ്പിച്ചത്, മുട്ടുകുത്തിച്ചത്, സാക്ഷികളെ ഒരു വഴിക്കാക്കിയത് എന്നൊക്കെ ഈ കേസ് നടത്തിപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ എൻ്റെ അച്ഛനും ഇതുപോലുള്ള ചില കേസുകൾ നടത്താൻ നിർഭാഗ്യം ഉണ്ടായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഈ വീട് വാടകയ്ക്ക് കൊടുത്തവൻ എങ്ങനെ ഈ വാടകക്കാരനെ ഒഴിപ്പിക്കും എന്നുള്ള ബുദ്ധിമുട്ട്, അതിൽ ഇയാൾ പാവപ്പെട്ട മനുഷ്യൻ അനുഭവിക്കുന്ന ധർമ്മസങ്കടങ്ങൾ കാണുമ്പോൾ അതിൽ ചിരി മാത്രമല്ല ചിന്തയുടെ ഒരു അംശവും കൂടി എൻ്റെ ജീവിതത്തിലുണ്ടായി. അതിന് ശേഷമാണ് ഞാൻ വക്കീലാവുന്നത്.
അപ്പോഴൊക്കെ ഈ ഗോപാലകൃഷ്ണ പണിക്കരുടെ ഒരു സങ്കടം നമ്മളെ ഇങ്ങനെ പിന്തുടർന്നു. ഇപ്പോഴും പറയുമ്പോഴും എൻ്റെ മനസ്സിലാകുന്നുണ്ട്. പിന്നെ എൻ്റെ തൊഴിൽ ജീവിതത്തെ ബാധിച്ച പ്രധാനപ്പെട്ട കേസ് ഒരു വരവേൽപ്പാണ്. ഈ ഒരു മനുഷ്യൻ ഗൾഫിൽ പോയി കുറച്ച് പൈസ ഉണ്ടാക്കി നാട്ടിൽ വന്ന് ഒരു സംരംഭം ആരംഭിക്കുന്നു. അതാണ് വരവേൽപ്പ്. ഈ വരവേൽപ്പ് സത്യം പറഞ്ഞാൽ ആ ഗൾഫ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ ബസ് സർവീസ് നടത്തിയ ആളുടെ മാത്രം കഥയല്ല, നിരവധി പേരുടെ ജീവിതം അതിൻ്റെ അകത്തുണ്ട്. പ്രത്യേകിച്ച് ഈ ഗൾഫ് റിട്ടേണീസ് എന്ന് പറഞ്ഞ വിഭാഗക്കാർ ഗൾഫിൽ നിന്ന് പണം ഉണ്ടാക്കി നാട്ടിൽ വന്ന് എന്തെങ്കിലും ഒരു ഏർപ്പാട് തുടങ്ങും. ഈ ഗൾഫുകാരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതുകൊണ്ട് ഈ മിക്കവാറും ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ, ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ വലിയ നഷ്ടത്തിലും ഇവരുടെ ജീവിതത്തിൽ വലിയ തകർച്ചയിലുമാണ് അവസാനം ഇവർ ഗൾഫിലേക്ക് തന്നെ തിരിച്ചുകൊണ്ടായിട്ട് വരും. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതുപോലെയുള്ള ഒരുപാട് പേരുടെ മുഖങ്ങൾ തെളിഞ്ഞു വരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ ഗൾഫുകാരുടെ കഥ പലരും പല രീതിയിലും പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും കൗതുകകരമായിട്ട്, ഏറ്റവും ഹാസ്യാത്മകമായിട്ട് അവതരിപ്പിച്ചത് ശ്രീനിവാസനും അതുപോലെ സത്യനാന്തിക്കാടുമാണ്. ശ്രീനിവാസൻ്റെ അച്ഛൻ തന്നെ ഇതുപോലെ എന്തൊരു ബസ് സർവീസ് നടത്തി പൊളിഞ്ഞു പോയ ആളാണ് ഇന്ന് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ആ അനുഭവത്തിൽ നിന്നായിരിക്കും അദ്ദേഹത്തിന് ഇങ്ങനൊരു കഥ എഴുതാൻ പറ്റിയത്. ഇത് തൊഴിൽ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ അന്നത്തെ പ്രമുഖ തൊഴിൽ ലേബർ കേസുകൾ നടത്തുന്ന അഭിഭാഷകൻ ശ്രീ എം രാമേന്ദ്രൻ്റെ ജൂനിയറായിട്ടാണ് അഭിഭാഷക ജീവിതം ആരംഭിച്ചത്. അദ്ദേഹം പിന്നീട് കേരള ഹൈക്കോടതിയിലെ പ്രസിദ്ധനായ ഒരു ജഡ്ജിയായി തീർന്നു. അപ്പോൾ ഈ ഓഫീസിൽ ജോലി ചെയ്ത് അന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ബസ് തൊഴിലാളികളുടെ നിരവധി കേസുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തൊടുപുഴ ഭാഗത്തുനിന്ന് KTUF എന്നൊക്കെ പറഞ്ഞ ചില സംഘടനകൾ, അതുപോലെ ഗുരുവായൂർ നിന്നും മലബാർ ഭാഗത്തുനിന്നും ഒരുപാട് കേസുകളുണ്ടായിരുന്നു. ഈ കേസുകൾ 2 കോടതിയിലുണ്ടായിരുന്നു. ആലപ്പുഴ ട്രിബ്യൂണലിലുണ്ടായിരുന്നു, എറണാകുളം ലേബർ കോടതിയിലുണ്ടായിരുന്നു. ആലപ്പുഴ ട്രിബ്യൂണലിലെ ജഡ്ജിയും സിനിമാ പ്രേമിയായിരുന്നെങ്കിലും വരവേൽപ്പ് അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ബസ്സുകാർക്ക് ന്യായമായിട്ട് നമുക്ക് ജയിക്കാവുന്ന കേസൊക്കെ അവിടെ ജയിച്ചിട്ടുണ്ട്. ലേബർ കോടതിയിൽ ചങ്ങനാശ്ശേരി സ്വദേശിയായ വർഗീസ് ടി അബ്രഹാം എന്ന് പറഞ്ഞ ഒരു ജഡ്ജി വന്നു. അതേ ജഡ്ജിയായിരിക്കുന്ന സമയത്ത് ഈ ബസ്സുകാരുടെ കേസ് എടുക്കുമ്പോൾ തന്നെ അദ്ദേഹം നമുക്ക് എതിരാവും. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഈ വരവേൽപ്പ് എന്ന സിനിമ കണ്ടാണ്. എന്ന് മാത്രമല്ല സിനിമ പുള്ളിയെ ബാധിച്ചു. അപ്പോൾ ബസ്സുകാരുടെ കേസ് വരുമ്പോൾ പുള്ളി ഉടനെ ബസ് ഉടമസ്ഥൻ്റെ ഭാഗം ചേരുകയും ഇത് മറ്റേ മോഹൻലാലിൻ്റെ മറ്റേ സിനിമയുടെ ആ കഥയല്ലേ എന്ന് ചോദിച്ച് കേസ് തൊഴിലാളിക്കെതിരായിട്ട് വിധിക്കുകയും ചെയ്തു. ഇത് ഒട്ടും ഈ പറഞ്ഞതിൽ ഒരു തരി പോലും അതിശയോക്തി ഉണ്ടായിരുന്നില്ല. കേസ് അവസാനം വരുമ്പോൾ വരവേൽപ്പ് പുള്ളിയെ ബാധിക്കുകയും ഈ കേസ് യൂണിയനെതിരായിട്ട്, അത് തൊഴിലാളിക്കെതിരായിട്ട് വിധിക്കുകയും ചെയ്യും. അത് പുള്ളി പറയുകയും ചെയ്യും, ഇത് മറ്റേ മോഹൻലാലിൻ്റെ എന്താ സിനിമയുടെ പേര്, വരവേൽപ്പ്, അത് തന്നെ, അത്രേ ഉള്ളൂ എന്ന് പറയും. അങ്ങനെ ചെയ്യാറുണ്ട്. ഇത് ഹൈക്കോടതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഹൈക്കോടതിയിൽ അത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. പി ഷൺമുഖം എന്ന് പറഞ്ഞ തമിഴനായ ഒരു ജഡ്ജി ഉണ്ടായിരുന്നു. അത് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് സ്ഥലം മാറി വന്നതാണ്. പുള്ളി അണ്ണാ DMKയുടെ ആളായിരുന്നു എന്നും അവിടെ ഗവൺമെൻറ് ലീഡറായിരുന്നു എന്നും ജയലളിതയ്ക്ക് വലിയ സ്നേഹമായിരുന്നു ഇദ്ദേഹത്തിന് ജയലളിതയോട് വലിയ ബഹുമാനമായിരുന്നു എന്നും കേട്ടിട്ടുണ്ട്. ഈ ഷൺമുഖം ജഡ്ജി വളരെ നിഷ്പക്ഷനായ കർക്കശക്കാരനായ ജഡ്ജിയാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു കേസ് ഈ വടക്കാഞ്ചേരി കുന്നംകുളം ഭാഗത്ത്, തൃശ്ശൂർ ജില്ലയുടെ വടക്ക് ഭാഗത്ത് നല്ല ഒരു ക്രഷർ ഉടമസ്ഥൻ്റെ കേസാണ്. ഒരാൾ ഗൾഫിൽ പോയി കുറേ പൈസ ഉണ്ടാക്കി നാട്ടിൽ വന്ന് ഒരു ക്രഷർ ആരംഭിക്കുകയാണ്, മെറ്റൽ പൊടിക്കുന്ന ക്രഷർ. അത് പൊടിക്കുന്നു. അടുത്ത് പൊല്യൂഷൻ എന്ന് പറഞ്ഞ് അയൽവക്കക്കാർ, അവർ കുറേ കൂടി സമ്പന്നരായ ആളുകളാണ്, പ്രമാണിമാരാണ്, പൈസ മുടക്കാൻ തയ്യാറുള്ളവരാണ്. ഇവരിതിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു. ഇയാളുടെ ക്രഷർ ഏതാണ്ട് പൂട്ടിപ്പോകുന്ന ഘട്ടത്തിലെത്തും. അദ്ദേഹത്തിന് ഈ ക്രഷർ ഉടമസ്ഥന് വേണ്ടി ഹാജരാകുന്നത് തൃശ്ശൂരിലെ പ്രസിദ്ധ അഭിഭാഷകനായിരുന്നു, ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി, PK അശോകനാണ്. PK അശോകൻ വളരെ തന്മയത്വമായിട്ട് കേസ് വാദിക്കാൻ കഴിവുള്ള ആളായിരുന്നു. CPM നേതാവ് കൂടിയായിരുന്നു. വളരെ തന്മയത്വമായിട്ട് രസകരമായിട്ട് കേസ് വാദിക്കുന്നതിന് അസാമാന്യമായ കഴിവുകൾ മെയ്വഴക്കമുള്ള വക്കീലാണ്. എതിർഭാഗത്ത് വളരെ ശക്തരായ ആളുകളാണ്. നന്ദകുമാരമേനോനുണ്ട്, പിന്നെ നമ്മുടെ പിൽക്കാലത്ത് അഡ്വക്കേറ്റ് ജനറലായി തീർന്ന KP ദണ്ഡപാണിയുണ്ട്, എൻ്റെ ഓർമ്മയിൽ P രവീന്ദ്രനുണ്ട്. ഇങ്ങനെ കൊലകൊമ്പന്മാരായ വക്കീൽമാർ മറുഭാഗത്ത് നിൽക്കും. പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഇദ്ദേഹത്തിനെതിരാണ്. സർക്കാർ വക്കീലാണ് ഞാൻ സർക്കാർ വക്കീലായിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ജസ്റ്റിസ് ഷൺമുഖൻ്റെ കോടതിയിലാണ്. ആ കേസ് വാദിക്കാൻ തുടങ്ങുന്ന ഘട്ടത്തിലൊക്കെ ഷൺമുഖൻ ക്രഷുകാരനെതിരാണ്, അഥവാ അശോകനെതിരാണ്. വാദത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അശോകൻ തുറുപ്പ് കുലാൻ ഇറക്കുകയാണ്. അശോകൻ വളരെ തന്മയത്വമായിട്ട്, വളരെ സൗമ്യമായിട്ട് ഷൺമുഖൻ ജഡ്ജിയെടുത്ത് പറയുന്നത്, ഇതിപ്പോൾ വരവേൽപ്പ് എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ അവസ്ഥയിലെത്തി. ഇയാൾ ഗൾഫിൽ പോയി കാശുണ്ടാക്കി വന്നിട്ട് ഒരു സംരംഭം തുടങ്ങിയതാണ്. എല്ലാവരും എതിരായി, ഇപ്പോൾ ഈ കോടതി എതിരായി. ഇനി ഗൾഫിലേക്ക് തിരിച്ചു പോയേ മാർഗമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ജസ്റ്റിസ് ഷൺമുഖൻ തമിഴ് നാട്ടുകാരനാണല്ലോ,
അദ്ദേഹം ഈ സിനിമ കണ്ടു കാണാൻ ഒരു സാധ്യത എന്നുള്ളത് കഷ്ടകാലത്തിന് ഷൺമുഖം ജഡ്ജി മലയാള സിനിമകൾ കാണുന്ന ആളാണ് എന്ന് മാത്രമല്ല പുള്ളി മോഹൻലാലിൻ്റെ വലിയൊരു ആരാധകനും കൂടിയായിരുന്നു. പുള്ളി 180 ഡിഗ്രി തിരിയുകയും ഈ കേസ് അശോകന് 101% അനുകൂലമായിട്ട് വിധിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഗൾഫുകാരൻ രക്ഷപ്പെട്ടു. ഞാൻ ഈ സംഭവത്തെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ ശ്രീ സത്യനാധികാരനെ കൊച്ചി വിമാനത്താവളത്തിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു പുള്ളി ഞെട്ടിപ്പോയി. പുള്ളി കഴിച്ച് നമ്മൾ സിനിമ എടുക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിച്ചാലും ഉദ്ദേശിച്ചില്ലെങ്കിൽ ഇങ്ങനെ ചില ദ്രോഹങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാനിത് ശ്രീനിയോട് പറയാം എന്ന് പറഞ്ഞുവെന്ന് എനിക്കറിയില്ല. ശ്രീനിവാസന് ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ, അത് ഈ സമീപകാലത്താണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ധാരാളം കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പല വേദികളിലും ഒരുമിച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് അദ്ദേഹത്തെ വളരെ അടുത്ത് കാണാനോ പരിചയപ്പെടാനോ സാധിച്ചിരുന്നില്ല. കണ്ടത് അത് കൗതുകകരമായ ഒരു രീതിയിലാണ്. ഈ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എന്നൊരു സംഘടനയുണ്ട്. അമേരിക്കയിലെ മലയാളികളുടെ എന്ന് പറഞ്ഞാൽ പോരാ, മലയാളികളായ ഹിന്ദുക്കളുടെ ഒരു സംഘടനയാണ്. നാനാജാതിക്കാരായ ഹിന്ദുക്കളെ ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിരത്തുന്ന ഒരു സംഘടന. അവരുടെ ഒരു പരിപാടി ഇവിടെ അങ്കമാലിക്കടുത്ത് കറുകുറ്റിയിൽ അഡ്ലക്സ് എന്ന് പറഞ്ഞ വലിയൊരു കൺവെൻഷൻ സെൻ്ററുണ്ട്. അവിടെ വെച്ച് നടത്തുന്ന സമയത്ത് അതിൽ ഞാനും അവരുടെ ക്ഷണം അനുസരിച്ച് അവിടെ പങ്കെടുത്തു. വലിയ പരിപാടിയായിരുന്നു. ഒരുപാട് നാടൻ കലകളൊക്കെ കോർത്തിണക്കി സമഗ്ര സംഭാവനകൾ അവാർഡ് 2 പേർക്ക് കൊടുത്തു. ഒന്ന് നമ്മുടെ ലീലാവതി ടീച്ചർക്കാണ്. ടീച്ചർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് മകൻ വന്ന് അത് സ്വീകരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. ഈ 2025 ആദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന സംഘടന എന്ന് വെച്ചാൽ ചില്ലറക്കാരൊന്നുമില്ല. അമേരിക്കയിലെ ഒരു വലിയ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ നിഷ പിള്ളയാണ് അന്നത്തെ പ്രസിഡൻറ്റ്. ഇപ്പോൾ പ്രസിഡൻറ്റ് മാറി. പിന്നെ ഇതിനൊരു പ്രധാന സംഘടകൻ എന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും, അമേരിക്കയിൽ മന്മഥൻ നായർ എന്ന് പറഞ്ഞൊരു വലിയ പാർട്ടിയുണ്ട്. അയാളാണ് നമ്മുടെ കാരണഭൂതൻ ന്യൂയോർക്കിൽ ചെന്നപ്പോൾ പുള്ളിയെ മടക്ക് കസേരയിൽ ഇരുത്തിയത്. അത്രയും പ്രമാണിയാണ്. കാരണഭൂതനും മടക്ക് കസേരയിൽ ഇരുത്തിയെങ്കിൽ ആളെത്ര ക്യാമറയായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. അതാണ് മന്മഥൻ നായർ. ആ രീതിയിലാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പുള്ളിയാണ് ഈ സംഘടനയുടെ തുടക്കക്കാരിൽ ഒരാൾ. ആളിപ്പോഴും ഉണ്ട്, ന്യൂയോർക്കിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ മന്മഥൻ നായരുമൊക്കെ ചേർന്നാണ് ഈ പരിപാടി അഡ്ലക്സിൽ നടത്തുന്നത്. ഈ പരിപാടിയിൽ ശ്രീനിവാസനും ഇതുപോലെ സമഗ്ര സംഭാവനയ്ക്ക് ഒരു അവാർഡുണ്ട്. ആദ്യം രാവിലത്തെ അവാർഡ് ലീലാവതി ടീച്ചർക്ക് മകൻ കൈപ്പറ്റി. ഉച്ചയ്ക്ക് ശേഷമുള്ള അവാർഡ് ശ്രീനിവാസനാണ്. ശ്രീനിവാസൻ പത്നി സമേതനായിട്ട് അവിടെ എത്തി. അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട്. കണ്ടു വർത്താനമൊക്കെ പറഞ്ഞു. വളരെ സന്തോഷമായി. പുള്ളിക്ക് വലിയ സന്തോഷമായി. ഞാൻ പല പ്രാവശ്യം ടി വിയിൽ കണ്ടിട്ടുള്ള ആളെ ഇപ്പോഴാണ് നേരിൽ കാണുന്നതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിന് കുട്ടീസിയുടെ സംഘകാലം മുതൽക്ക് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. സന്മനസ്സുള്ളവർക്ക് സമാധാനത്തോടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ. പുള്ളി എനിക്കും വലിയ ഇഷ്ടമാണ് ആ സിനിമ. അത് കഴിഞ്ഞ് അവാർഡ് കൊടുക്കുന്ന സമയത്ത് ആ കുസൃതിക്കാരനായ ശ്രീനിവാസൻ, ആൾ ശാരീരികമായിട്ട് അവശനാണെങ്കിലും പുള്ളി പറഞ്ഞു ഞാൻ പ്രത്യേകിച്ച് ഒരു മതത്തിനും വിശ്വസിക്കാത്ത ആളാണ്, എന്നാൽ ഹിന്ദു മതത്തോടെ എനിക്കിപ്പോൾ പ്രത്യേകമായിട്ടൊരു സ്നേഹം തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് ഞാനിങ്ങനെ കാശില്ലാതെ വിഷമിക്കുന്ന സമയത്ത് എനിക്ക് 1 ലക്ഷം രൂപയുടെ അവാർഡ് തരാൻ തോന്നിയല്ലോ. അപ്പോൾ എന്നെപ്പോലെയുള്ള ആളുകൾക്ക് അവാർഡ് തരാൻ വേണ്ടിയിട്ടാണെങ്കിലും അമേരിക്കയിൽ ഹിന്ദുക്കൾ സംഘടിച്ചത് വളരെ നന്നായി. ഇനി ഇതുപോലുള്ള അവാർഡുകളൊക്കെ ഉണ്ടാക്കണം, അത് എനിക്ക് തന്നെ തരണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം കാശിന് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പുള്ളി വളരെ സരസമായൊരു പ്രസംഗം നടത്തി. അവാർഡ് കൊടുത്തവരും ചിരിച്ചു, അവിടെ കേട്ടുകൊണ്ടിരുന്നവരും ചിരിച്ചു, പുള്ളിയും ചിരിച്ചു. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ആ സായാഹ്നം സമാപിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. ശ്രീനിവാസൻ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരുപാട് സിനിമകൾ എടുത്താണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് ഒരു ഗുണദോഷ നിരൂപണം നടത്താനോ താത്വികമായിട്ട് അവലോകനം നടത്താനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ കഴിവും പ്രാപ്തിയുള്ള ആളുകൾ ചെയ്യട്ടെ എന്ന് മാത്രം പറയുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ എൻ്റെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിച്ചു.